നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്കോ നിന്റെ തന്തയ്ക്കോ അത് തൊട്ട് തീണ്ടിയിട്ടില്ല. എന്റെ അച്ഛനെയും കുടുംബത്തെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. നീ എന്ത് ചെയ്യൂടി പറഞ്ഞാല്? എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. നീ അത്രയ്ക്കായോ? നിങ്ങൾ ഈ പറഞ്ഞതും കാട്ടിക്കൂട്ടിയതും എല്ലാം നിങ്ങൾക്ക് ഈ അളിഞ്ഞ തറവാടിത്തവും പുഴുത്ത മഹിമയും തന്നിട്ട് പോയാ ജീവിച്ചിരിപ്പില്ലാത്ത നിങ്ങളുടെ കാർന്നോമാരടുത്ത് കാണിച്ചാ മതി. എന്റെ അടുത്ത് വേണ്ട. എവിടുന്നോ കേറി വന്ന ഒരു നാശം പിടിച്ചവള് എന്റെ വീട്ടിൽ വെച്ച് നിങ്ങളൊക്കെ കൺമുമ്പിൽ വെച്ചാ എന്നോട് ഇത്രയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടും നിങ്ങൾ ആരും ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല. ആഗ്രഹിച്ചത് കണ്ട സന്തോഷത്തില്ല നിങ്ങൾ എല്ലാവരും. ഞാനില്ലാതാവണം, അതാണ് നിങ്ങളുടെ മോഹം. എനിക്കെല്ലാം മനസ്സിലായി. മാറി അങ്ങോട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, അമ്മയെ ബോധിപ്പിക്കാനെങ്കിലും. ആരും അനങ്ങിയില്ല. എന്തിനാ ഞങ്ങളെ പറയുന്നേ? സ്വന്തം മോൻ ഇവിടെ നോക്കി നിൽക്കല്ലായിരുന്നോ? അല്ല, നിങ്ങളെ പെണ്ണുങ്ങൾ തമ്മിലുള്ള സംഘടനത്തിൽ പിടിച്ചു മാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂലല്ലോ. ജീവിതത്തിൽ ഒരാളും അമ്മയോട് ഇത്ര പരുക്കനായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. അമ്മയുടെ പ്രായത്തെങ്കിലും മാനിക്കണ്ടേ? ഞാൻ അവരോട് മാപ്പ് പറയണമെന്ന് നിങ്ങൾക്കുണ്ടോ? ഞാൻ മാപ്പ് പറയാം. പക്ഷെ ഞാൻ പറഞ്ഞ പിന്നെ മറ്റു ചിലർക്ക് ജീവിതകാലം മുഴുവനും മാപ്പ് കിട്ടില്ല. അമ്മേ, അമ്മേ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അമ്മ അത് ഇത്ര ഗൗരവമായിട്ട് എടുക്കാതെ. അമ്മ പോകരുത്, മറ്റുള്ളവരെ നോക്കണ്ട. അമ്മ എനിക്ക് വേണം. അങ്ങോട്ട് മാറി നിൽക്കടാ. അമ്മ എന്ത് പ്രായശ്ചിത്തം വേണമെന്ന് ചെയ്യും. അമ്മ പറ, ഞാൻ എന്ത് വേണം? അങ്ങോട്ട് മാറി നിൽക്കടാ. അമ്മ 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 ഇപ്പൊ പോകരുത്. അമ്മയുടെ കാര്യം ഞാൻ പിടിക്കാം. നീ എന്നോടൊരു അക്ഷരം മിണ്ടി പോരുത്. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ കേൾക്കുമായിരുന്നു. ഞാൻ വീഴാൻ പോയപ്പോ നീ എന്നൊന്ന് താങ്ങിയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ച നീ എന്റെ മകനാന്ന്. അമ്മയുടെ മകൻ തന്നെ ഈ പറയുന്നത്. അമ്മ ഉപേക്ഷിച്ചു പോയ ഞാൻ ശരിക്കും അനാഥനായി. നിനക്ക് ആത്മാഭിമാനം ഒന്നൊന്നില്ല. നിന്നെ പോലെ ഒരുത്തൻ എന്റെ വയറ്റിൽ പിറന്നല്ലോ നോർക്കുമ്പോ എനിക്ക് നിന്നോട് ലജ്ജ തോന്നുവാടാ. അമ്മ, എന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ പറയേണ്ടി വരില്ല. അമ്മ, ഞാനൊരു ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. കണ്ടതും കേട്ടതും അനുഭവിച്ചതെല്ലാം ധാരാളം. അമ്മ, അമ്മ ഞാൻ വിടില്ല. വിടില്ലെന്നോ? നീ എന്നെ തടഞ്ഞാലും ഞാൻ പോകാതിരിക്കുന്നോ നീ കരുതിയിരിക്കുന്നത്? എടാ, എനിക്ക് പോകാൻ ഇടകൊണ്ടടാ. എന്നെ സ്വീകരിക്കാൻ ആൾക്കാരും ഉണ്ട്. ഈ അഗ്നികുണ്ടത്തിൽ കിടന്ന് വെന്തു നീറാൻ എന്നെ കിട്ടത്തില്ല. അമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് പറയാൻ അവകാശമുണ്ട്. നീയായിട്ട് എനിക്കൊരു അവകാശം പതിച്ചു തരണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതെന്റെ ആജ്ഞയാണ്. നിന്റെ ഭാര്യയെയും ആ പുന്നാര വിഷുവത്തിനെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോണം. വേറെ വല്ലയിടത്തും പോയി പുതിയ പൂർത്തി തുടങ്ങിക്കോ. അല്ലെങ്കിൽ തെരുവോർത്തിയത് കിടക്ക്. ഞാൻ മടങ്ങി വരും.
അപ്പൊ ഒറ്റയിടത്തിലൂടെ കണ്ടുപോകരുത്. പോയില്ലെങ്കിൽ പോലീസിനെ വിളിച്ചു വരുത്തി ഇറക്കി വിടാനും ഞാൻ മടിക്കില്ല. അമ്മേ, പക്ഷേ ഈ നിമിഷം വരെ നീ എന്റെ മകനായിരുന്നുള്ള ഒറ്റ പരിഗണനയും ഞാനത് ചെയ്യുന്നില്ല. അമ്മേ, അമ്മേ, മാറി നിൽക്കണ അങ്ങോട്ട്. അമ്മ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. മാറണ എന്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ ഒരു ധൂമകേതു ഇവിടെ നിന്ന് പറന്നുപോയി. എന്തൊരു ആശ്വാസം. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് ഒരു കടമ്പ കടന്നു കിട്ടിയില്ലേ? ദിയേ, ഇനി നീയാ ഞങ്ങളുടെ ലീഡർ. ഇനി നീ പറയുന്നത് പോലെ ഞങ്ങൾ എന്തു ചെയ്യും? ആ, ഇനിയും ഉണ്ടല്ലോ കടമ്പകൾ പലതും. അതും ഒന്നൊന്നായി മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിന്നെ ഞാൻ സമ്മതിച്ചു. ദിയ, നീയൊരു സംഭവം തന്നെ കേട്ടോ. അമ്മ, ഇന്ന് നമുക്കൊരു സുദിനോ. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ആഘോഷമൊക്കെ പിന്നെ ആവാം. സംഗതി ഇത്രയ്ക്ക് അങ്ങോട്ട് പോകുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല. ഇങ്ങോട്ട് വാ. എന്തായിരുന്നു ദിയയുടെ ഒരു പെർഫോമൻസ്! ഒരു തള്ളും ആ കൈ ചൂണ്ടിയുള്ള ഡയലോഗും. സിനിമ കാണും പോലെ എന്ത് രസമായിരുന്നു. ആ സമയത്ത് ഒരു ക്യാമറ കയ്യിലുണ്ടായിരുന്നെങ്കിലേ ഒരു സ്റ്റിൽ എടുത്ത് വെക്കായിരുന്നു. ഇങ്ങനെ തിരിച്ചടി കിട്ടിയ സ്ഥിതിക്ക് ഇനി അച്ഛമ്മയുടെ ശല്യം ഇവിടെ ഉണ്ടാവില്ല. അവര് പോയതേ ഒരുമ്പോക്ക. അതൊക്കെ നിന്റെ വെറും തോന്നലാണ് മോളെ. ദേവിന്റെ അച്ഛനെ അവരുടെ പേരിലാ ഈ വീട് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അച്ഛന് കൊടുത്തില്ലേ? അത് നിന്റെ മുത്തശ്ശനോട് ചോദിക്കണം. എടി, അമ്മയ്ക്ക് കിട്ടിയ സ്വത്ത് അമ്മയുടെ സ്വന്തമാ. അച്ഛന്റെ സ്വത്ത് മക്കൾക്ക് കിട്ടുന്നത് പോലെ അമ്മയുടെ സ്വത്ത് മക്കൾക്കില്ല. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്കേ അത് കിട്ടും. ഓ പിന്നെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കേസ് കൊടുക്കും. ആ, നീ കൊണ്ടുപോയി കൊടുത്തോ. കിട്ടുമെങ്കിൽ മേടിച്ചോ. അവരുടെ പ്രതികാരം എന്തൊക്കെ വരുത്തി കൂട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ദേ, ഇപ്പൊ നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും അവര് പോയിരിക്കുന്നത്. ഒരൊറ്റ പോലീസ് കംപ്ലൈന്റ് മതി. നമ്മളൊക്കെ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. പോലീസിനെ എന്തിനാ പേടിക്കുന്നേ? കുറച്ച് കാശ് കൊടുത്താൽ അവരങ്ങ് പൊയ്ക്കോളും. അതിനേക്കാൾ കൂടുതൽ അവര് കൊടുത്താലേ പോലീസ് അവരുടെ കൂടെ അങ്ങ് കൂടും. ഇവിടുന്ന് ഇറക്കി വിട്ടാലത്തെ കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഓ, അമ്മ ഇങ്ങനൊരു മണ്ടിയായി പോയല്ലോ. ഇവിടെ ഇറങ്ങേണ്ടി വന്നാ നമ്മൾ ഇതിനേക്കാളും നല്ലൊരു വീട് വാങ്ങും. അല്ല പിന്നെ. ആ, അതെ, ഇതിനേക്കാൾ വലിയൊരു ബംഗ്ലാവ് എന്റെ അറിവില് വിൽക്കാനുണ്ട്. അല്ല, വേണമെങ്കിൽ നമുക്കത് ആലോചിക്കാം. ആ, എന്താലേ ഒട്ടും വൈകിക്കണ്ട. ആ അച്ഛമ്മയുടെ മുന്നില് അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ല. ദിയേ, ആ ബംഗ്ലാവ് എന്ത് വിലക്ക് കൊടുക്കുമെന്ന് അറിയണം. ഞാൻ അന്വേഷിക്കാം. ദേവിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിലെ ഒരു വീടോ ഫ്ലാറ്റോ ഒന്ന് നിന്ന നിപ്പി വാങ്ങിക്കാൻ പറ്റൂന്ന് നീ വിചാരിക്കണ്ട. വാടക വീടേ ഉള്ളൂ ഇവിടുന്ന് ഇറങ്ങിയ പിന്നെ ശരണം. ആന്റി ഇങ്ങനെ കാടി കയറി ചിന്തിക്കുന്ന എന്തിനാ? കോപിച്ചു നിൽക്കുന്ന മൂർത്തിയെ ശാന്തമാക്കിയ പോരെ, അതോടെ പ്രശ്നം തീരില്ലേ? അതെങ്ങനെയാ?